എല്ലാവർക്കും നമസ്കാരം. ടീച്ചേഴ്സ് മെന്റേഴ്സ് യൂട്യൂബ് ചാനലിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ നിങ്ങളുടെ മുന്നിലെത്തിയിരിക്കുന്നത് 9ാം ക്ലാസ് സോഷ്യൽ സയൻസ് ജോഗ്രഫി ഭാഗത്തെ 7ാമത്തെ ചാപ്റ്ററിൽ നിന്ന് PSC ചോദിക്കാൻ സാധ്യതയുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യങ്ങളുമായിട്ടാണ്. ചാപ്റ്ററിന്റെ പേര് സുരക്ഷിതമായ നാളേക്ക് എന്നാണ്. ഈ ഒരു ചാപ്റ്ററിൽ PSC ചോദിക്കാൻ സാധ്യതയുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യങ്ങൾ ഏതൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. നിങ്ങൾ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെടുന്നുണ്ട്, നിങ്ങൾക്ക് ഉപകാരപ്പെടുന്നുണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങൾ വീഡിയോ ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. ഓരോരോ ചോദ്യങ്ങളായി നമുക്ക് നോക്കാം. നെല്ല് എന്ന നോവൽ രചിച്ചത് P. വത്സലയാണ്. നെല്ല് എന്ന നോവൽ രചിച്ചത് P. വത്സല. തേയില, സുഗന്ധവിളകൾ എന്നിവ കൃഷി ചെയ്യുന്ന പ്രധാന മേഖലകളൊന്ന് നോക്കാം. കാസർഗോഡില് കൊച്ചി, രാജപുരം, റാണിപുരം എന്നീ സ്ഥലങ്ങളിലാണ് സുഗന്ധവിളകൾ, തേയില എന്നിവ കൃഷി ചെയ്യുന്നത്. കണ്ണൂരിൽ ഇരിട്ടി, പേരാവൂർ, ആറളം എന്നിവിടങ്ങളിലാണ് തേയിലയും സുഗന്ധവിളകളും കൃഷി ചെയ്യുന്നത്. ഇടുക്കിയില് കട്ടപ്പന, നെടുങ്കണ്ടം, ഉടുമ്പൻചോല എന്നിവിടങ്ങളിലാണ് തേയിലയും അതേപോലെ സുഗന്ധവ്യഞ്ജനങ്ങളും കൃഷി ചെയ്യുന്നത്. പ്രകൃതിയിലെ പരിണാമ പ്രക്രിയയിലെ അവസാനത്തെ കണ്ണി മനുഷ്യനാണ്. പ്രകൃതിയിലെ പരിണാമ പ്രക്രിയയിലെ അവസാനത്തെ കണ്ണി മനുഷ്യൻ. പ്രകൃതിയിലെ ജൈവികവും അജൈവികവുമായ എല്ലാ ഘടകങ്ങളും ചേർന്നത് പരിസ്ഥിതിയാണ്. പ്രകൃതിയിലെ ജൈവികവും അജൈവികവുമായ എല്ലാ ഘടകങ്ങളും ചേർന്നത് പരിസ്ഥിതി. അറേബ്യൻ മരുപ്രദേശങ്ങൾ ജനസാന്ദ്രമാകാൻ കാരണം പെട്രോളിയം നിക്ഷേപങ്ങളുടെ സാന്നിധ്യമാണ്. അറേബ്യൻ മരുപ്രദേശങ്ങൾ ജനസാന്ദ്രമാകാൻ കാരണം പെട്രോളിയം നിക്ഷേപങ്ങളുടെ സാന്നിധ്യമാണ്. സമുദ്രനിരപ്പിന് താഴെ കൃഷിയുള്ള പ്രദേശത്തിന് ഉദാഹരണമാണ് നമ്മുടെ കുട്ടനാട്. സമുദ്രനിരപ്പിന് താഴെ കൃഷിയുള്ള കരപ്രദേശത്തിന് ഉദാഹരണമാണ് കുട്ടനാട്. ജീവനും സ്വത്തിനും പരിസ്ഥിതിക്കും അപായകരമായേക്കാവുന്ന പ്രകൃതിദത്ത പ്രതിഭാസങ്ങൾ അറിയപ്പെടുന്നത് പ്രകൃതിക്ഷോഭങ്ങൾ എന്നാണ്. ജീവനും സ്വത്തിനും പരിസ്ഥിതിക്കും അപായകരമാവുന്ന പ്രകൃതിദത്ത പ്രതിഭാസങ്ങൾ അറിയപ്പെടുന്നത് പ്രകൃതിക്ഷോഭങ്ങൾ എന്നാണ്. പ്രകൃതിദത്തമായ കാരണങ്ങളാൽ ഉണ്ടാകുന്ന ദുരന്തങ്ങൾ അറിയപ്പെടുന്നത് പ്രകൃതി ദുരന്തങ്ങൾ എന്നാണ്. പ്രകൃതിദത്തമായ കാരണങ്ങളാൽ ഉണ്ടാകുന്ന ദുരന്തങ്ങൾ അറിയപ്പെടുന്നത് പ്രകൃതി ദുരന്തങ്ങൾ എന്നാണ്. കേരളത്തിൽ ഏറ്റവും ഭീഷണിയാകുന്ന ഒരു പ്രകൃതി ദുരന്തമാണ് ഉരുൾപൊട്ടൽ. കേരളത്തിൽ ഏറ്റവും ഭീഷണിയാവുന്ന ഒരു പ്രകൃതി ദുരന്തമാണ് ഉരുൾപൊട്ടൽ എന്ന് പറയുന്നത്. കേരളത്തിൽ ഉരുൾപൊട്ടൽ ഉണ്ടായ അമ്പൂരി എന്ന പ്രദേശം ഏത് ജില്ലയിലാണ്? തിരുവനന്തപുരം ജില്ലയിലാണ്. കേരളത്തിൽ ഉരുൾപൊട്ടൽ ഉണ്ടായ അമ്പൂരി എന്ന പ്രദേശം ഏത് ജില്ലയിലാണ് എന്ന് ചോദിച്ചാല് തിരുവനന്തപുരം ജില്ലയിലാണ്. കേരളത്തിൽ ഉരുൾപൊട്ടൽ ഉണ്ടായ പുല്ലൂരാംപാറ ഏത് ജില്ലയിലാണ് എന്ന് ചോദിച്ചാല് കോഴിക്കോട് ജില്ലയിലാണ്. കേരളത്തിൽ ഉരുൾപൊട്ടൽ ഉണ്ടായ പുല്ലൂരാംപാറ ഏത് ജില്ലയിലാണ്? കോഴിക്കോട് ജില്ലയിലാണ്. പൊതുവെ എത്ര ഡിഗ്രിയിൽ കൂടുതൽ ചരിവുള്ള ഇടങ്ങളിലാണ് ഉരുൾപൊട്ടൽ സാധ്യതയുള്ളതായി ഭൗമശാസ്ത്ര പഠന കേന്ദ്രം കണ്ടെത്തിയത്? 20 ഡിഗ്രി. പൊതുവെ എത്ര ഡിഗ്രിയിൽ കൂടുതൽ ചരിവുള്ള ഇടങ്ങളിലാണ് ഉരുൾപൊട്ടൽ സാധ്യതയുള്ളതായി ഭൗമശാസ്ത്ര പഠന കേന്ദ്രം കണ്ടെത്തിയത്? 20 ഡിഗ്രി. ചരിവുള്ള പ്രദേശങ്ങളിൽ അതിശക്തമായ മഴ പെയ്യുമ്പോൾ ഇളകിയ പാറയുടെയും മറ്റുമടിയിലെ മണ്ണ് വെള്ളത്തിന്റെ തള്ളൽ മൂലം താഴേക്ക് നീങ്ങാനിടയാകുന്നു. ഭൂഗുരുത്വം മൂലം ആ ഭാഗം ഒന്നാകെ വൻ ശബ്ദത്തോടെ ഇടിഞ്ഞു വീഴുന്ന ഒരു പ്രതിഭാസമാണ് നമ്മൾ ഉരുൾപൊട്ടൽ എന്ന് പറയാം. ചരിവുള്ള പ്രദേശങ്ങളിൽ അതിശക്തമായ മഴ പെയ്യുമ്പോൾ ഇളകിയ പാറയുടെയും മറ്റും അടിയിലെ മണ്ണ് വെള്ളത്തിന്റെ തള്ളൽ മൂലം താഴേക്ക് നീങ്ങാനിടയാകുന്നു. ഭൂഗുരുത്വം മൂലം ആ ഭാഗം ഒന്നാകെ വൻ ശബ്ദത്തോടെ ഇടിഞ്ഞു വീഴുന്ന പ്രതിഭാസത്തെ നമ്മൾ ഉരുൾപൊട്ടൽ എന്നാണ് പറയുക എന്നുള്ളത് ഓർത്തിരിക്കുക. ഉരുൾപൊട്ടലിനെ തുടർന്ന് മണ്ണിൽ സംഭരിക്കപ്പെട്ട ജലം വൻ ചാലുകളായി ഒഴുകാൻ തുടങ്ങുന്നു. നീർച്ചാലുകളുടെ നിരന്തര അപരദനത്തിന്റെ ഫലമായി ഉണ്ടാകുന്ന താഴ്വരകൾ
കാലാന്തരത്തിൽ വലുതാകുന്നു. ഇത്തരത്തിൽ ഭൂപ്രദേശങ്ങളുടെ പരിണാമ പ്രക്രിയയുടെ ഭാഗമായിട്ട് രൂപം കൊള്ളുന്നവയാണ് നീർച്ചാലുകൾ എന്ന് പറയുന്നത്. ഒന്നുകൂടെ നോക്കാം. ഉരുൾപൊട്ടലിനെ തുടർന്ന് മണ്ണിൽ സംഭരിക്കപ്പെട്ട ജലം വൻ ചാലുകളായി ഒഴുകാൻ തുടങ്ങുന്നു. നീർച്ചാലുകളുടെ നിരന്തര അപരദനത്തിന്റെ ഫലമായി ഉണ്ടാകുന്ന താഴ്വരകൾ കാലാന്തരത്തിൽ വലുതാകുന്നു. ഇത്തരത്തിൽ ഭൂപ്രദേശങ്ങളുടെ പരിണാമ പ്രക്രിയയുടെ ഭാഗമായിട്ട് രൂപം കൊള്ളുന്നവയാണ് നമ്മൾ നീർച്ചാലുകൾ എന്ന് പറയുന്നത്. ഉരുൾപൊട്ടൽ സാധ്യത വർദ്ധിപ്പിക്കുന്ന മനുഷ്യന്റെ പ്രവർത്തനങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. കുന്നിന്റെ വശങ്ങൾ ഇടിച്ച് മണ്ണെടുക്കല്, കുത്തനെ ചെരിവുള്ള ഇടങ്ങളിൽ മണ്ണിന് ഇളക്കം തട്ടുന്ന വിളകൾ കൃഷി ചെയ്യല്, ചെരിവ് കൂടുതലുള്ള ഇടങ്ങളിൽ വീടുകളും കെട്ടിടങ്ങളും നിർമ്മിക്കല്. ഉരുൾപൊട്ടൽ സാധ്യത വർദ്ധിപ്പിക്കുന്ന മനുഷ്യന്റെ പ്രവർത്തനങ്ങളാണ് കുന്നിന്റെ വശങ്ങൾ ഇടിച്ച് മണ്ണെടുക്കുക, കുത്തനെ ചെരിവുള്ള ഇടങ്ങളിൽ മണ്ണിന് ഇളക്കം തട്ടുന്ന വിളകൾ കൃഷി ചെയ്യുക, ചരിവ് കൂടുതലുള്ള ഇടങ്ങളിൽ വീടുകളും മറ്റ് കെട്ടിടങ്ങളും നിർമ്മിക്കുക. കേരളത്തിന്റെ ആകെ ഭൂവിസ്തൃതിയുടെ എത്ര ശതമാനത്തോളമാണ് ചരിവ് കൂടിയ പ്രദേശങ്ങൾ കാണാൻ സാധിക്കുക? 30. കേരളത്തിന്റെ ആകെ ഭൂവിസ്തൃതിയുടെ എത്ര ശതമാനത്തോളമാണ് ചരിവ് കൂടിയ പ്രദേശങ്ങൾ കാണാൻ സാധിക്കുക? 30. ശാസ്ത്രീയമായ ഭൂവിനിയോഗ രീതികൾ എന്തൊക്കെയാണെന്ന് നോക്കാം. കുന്നിൻ ചെരിവുകളെ തട്ടുതട്ടുകളാക്കി ചെരിവിന്റെ അളവ് കുറയ്ക്കുക, മലമ്പ്രദേശങ്ങളിലെ സ്വാഭാവിക നീർച്ചാലുകൾക്ക് തടസ്സമുണ്ടാകാതിരിക്കുക, ചെരിവ് കൂടുതലുള്ള ഇടങ്ങളിൽ നിർമ്മാണ പ്രവർത്തനങ്ങൾ ഒഴിവാക്കുക. ശാസ്ത്രീയമായ ഭൂവിനിയോഗ രീതികളാണ് കുന്നിൻ ചെരിവുകളെ തട്ടുകളാക്കി ചെരിവിന്റെ അളവ് കുറയ്ക്കുക, മലമ്പ്രദേശങ്ങളിലെ സ്വാഭാവിക നീർച്ചാലുകൾക്ക് തടസ്സമുണ്ടാക്കാതിരിക്കുക, ചെരിവ് കൂടുതലുള്ള ഇടങ്ങളിൽ നിർമ്മാണ പ്രവർത്തനങ്ങൾ ഒഴിവാക്കുക എന്നത്. 2015 ഏപ്രിൽ 25 10,000-ലധികം മനുഷ്യർ മരണമടഞ്ഞ 28 ഡിഗ്രി 15 മിനിറ്റ് വടക്ക്, 84 ഡിഗ്രി 7 മിനിറ്റ് കിഴക്ക് എന്നീ അക്ഷാംശങ്ങൾ കൂടിച്ചേരുന്നിടത്തുനിന്നും 30 കിലോമീറ്റർ താഴെയായി ഭൂകമ്പം നടന്നത് ഏത് രാജ്യത്താണ് എന്ന് ചോദിച്ചാൽ നേപ്പാളിലാണ്. 2015 ഏപ്രിൽ 25 10,000-ലധികം മനുഷ്യർ മരണമടഞ്ഞ 28 ഡിഗ്രി 15 മിനിറ്റ് വടക്ക്, 84 ഡിഗ്രി 7 മിനിറ്റ് കിഴക്ക് എന്നീ അക്ഷാംശങ്ങൾ കൂടിച്ചേരുന്നിടത്തു നിന്നും 30 കിലോമീറ്റർ താഴെയായി ഭൂകമ്പം നടന്നത് ഏത് രാജ്യത്താണെന്ന് ചോദിച്ചാല് നേപ്പാൾ എന്ന രാജ്യത്താണ്. ഇന്ത്യയിൽ ഭൂകമ്പ തീവ്രത ഏറ്റവും കൂടുതലുള്ള സംസ്ഥാനങ്ങൾ ഏതൊക്കെയാണെന്ന് ചോദിച്ചാൽ ഉത്തരാഖണ്ഡ്, ബീഹാർ, നാഗാലാൻഡ്, മണിപ്പൂർ, അരുണാചൽ പ്രദേശ്, മിസോറാം, മേഘാലയ, അസം എന്നിവിടങ്ങളിലാണ് ഭൂകമ്പ ദുരന്ത തീവ്രത ഏറ്റവും കൂടുതൽ എന്നുള്ളത് ഓർത്തിരിക്കുക. ഇന്ത്യയിൽ ഭൂകമ്പ ദുരന്ത തീവ്രത ഏറ്റവും കുറവുള്ള സംസ്ഥാനങ്ങൾ ഏതൊക്കെയാണെന്ന് ചോദിച്ചാൽ കർണാടക, തെലങ്കാന, ഒഡീഷ, മധ്യപ്രദേശ് എന്നീ സ്ഥലങ്ങളിലാണ്. കേരളത്തിലെ ആകെ നദികളുടെ എണ്ണം 44. കേരളത്തിലെ ആകെ നദികളുടെ എണ്ണം 44. മഴക്കാലത്ത് ധാരാളമായി വെള്ളം ഒഴുകിയെത്തുമ്പോൾ നദിക്ക് ആ വെള്ളം മുഴുവനായും ഉൾക്കൊള്ളാൻ കഴിയാതെ വരും. അത്തരം അവസ്ഥയിൽ നദി കരകവിഞ്ഞൊഴുകുന്നത് മൂലം ഉണ്ടാകുന്ന ഒരു പ്രകൃതി ദുരന്തമാണ് എന്ത്? നമ്മുടെ വെള്ളപ്പൊക്കം എന്ന് പറയുന്നത്. അവിടെ ഉത്തരം എഴുതിയിട്ടില്ല. വെള്ളപ്പൊക്കം എന്നാണ് അവിടെ ഉത്തരം വരിക. പ്രകൃതി ദുരന്തമാണ് വെള്ളപ്പൊക്കം. എന്താണ് നമുക്ക് ചോദ്യം ഒന്നുകൂടെ നോക്കാം. മഴക്കാലത്ത് ധാരാളമായി വെള്ളം ഒഴുകിയെത്തുമ്പോൾ നദിക്ക് ആ വെള്ളം മുഴുവനായും ഉൾക്കൊള്ളാൻ കഴിയാതെ വരും. അത്തരം അവസ്ഥയിൽ നദി കരകവിഞ്ഞൊഴുകുന്നത് മൂലമുണ്ടാകുന്ന ഒരു പ്രകൃതി ദുരന്തമാണ് വെള്ളപ്പൊക്കം. കനത്ത മഴയെ തുടർന്ന് നോക്കി നിൽക്കെ ജലനിരപ്പ് ഉയരുന്ന പ്രതിഭാസമാണ് മലവെള്ളപ്പാച്ചിൽ. കനത്ത മഴയെ തുടർന്ന് നോക്കി നിൽക്കെ ജലനിരപ്പ് ഉയരുന്ന പ്രതിഭാസമാണ് മലവെള്ളപ്പാച്ചിൽ. സമീപകാലത്ത് മലവെള്ളപ്പാച്ചിൽ മൂലമുണ്ടായ വെള്ളപ്പൊക്കത്തിന് ഉദാഹരണമാണ് ഉത്തരാഖണ്ഡിൽ ഉണ്ടായിട്ടുള്ള വെള്ളപ്പൊക്കം. സമീപകാലത്ത് മലവെള്ളപ്പാച്ചിൽ മൂലമുണ്ടായ വെള്ളപ്പൊക്കത്തിന് ഉദാഹരണമാണ് ഉത്തരാഖണ്ഡിലുണ്ടായ വെള്ളപ്പൊക്കം. കേരളത്തിൽ മഹാപ്രളയം ഉണ്ടായത് 2018-ലാണ്.
കേരളത്തിൽ മഹാപ്രളയമുണ്ടായത് 2018. ഹിമാലയൻ നദികളിൽ നിരന്തരം വെള്ളപ്പൊക്കമുണ്ടാകുന്ന ഒരു നദിയാണ് ബ്രഹ്മപുത്ര. ഹിമാലയൻ നദികളിൽ നിരന്തരം വെള്ളപ്പൊക്കമുണ്ടാകുന്ന നദിയാണ് ബ്രഹ്മപുത്ര. ലാത്തൂർ ഭൂകമ്പം നടന്നത് ഏത് സംസ്ഥാനത്താണ് എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ മഹാരാഷ്ട്രയിലാണ്. ലാത്തൂർ ഭൂകമ്പം നടന്നത് ഏത് സംസ്ഥാനത്താണ്? മഹാരാഷ്ട്ര. കേരളത്തിൽ ഉണ്ടായതെന്ന് കരുതപ്പെടുന്ന വെള്ളപ്പൊക്കത്തിൽ ഏറ്റവും പഴയ വെള്ളപ്പൊക്കത്തിന് രേഖയുള്ളത് CE 371 നടന്ന വെള്ളപ്പൊക്കമാണ്. കേരളത്തിൽ ഉണ്ടായെന്ന് കരുതപ്പെടുന്ന വെള്ളപ്പൊക്കത്തിൽ ഏറ്റവും പഴയ രേഖയുള്ളത് CE 371 വെള്ളപ്പൊക്കമാണ്. കേരളത്തിലുണ്ടായ ഭൂകമ്പത്തോടനുബന്ധിച്ച് വെള്ളപ്പൊക്കമുണ്ടായത് CE 1341 കേരളത്തിലുണ്ടായ ഭൂകമ്പത്തോടനുബന്ധിച്ച് വെള്ളപ്പൊക്കമുണ്ടായത് CE 1341. 1341 വെള്ളപ്പൊക്കത്തെക്കുറിച്ച് അറിവ് നൽകിയ ഗ്രീക്ക് പണ്ഡിതനായ പ്ലീനിയുടെ ഗ്രന്ഥമേത് എന്ന് ചോദിച്ചാൽ നാച്ചുറൽ ഹിസ്റ്ററിയാണ്. 1341 വെള്ളപ്പൊക്കത്തെക്കുറിച്ച് അറിവ് നൽകിയ ഗ്രീക്ക് പണ്ഡിതനായ പ്ലീനിയുടെ ഗ്രന്ഥം നാച്ചുറൽ ഹിസ്റ്ററിയാണ് എന്നുള്ളത് ഓർത്തിരിക്കുക. 99 വെള്ളപ്പൊക്കം നടന്ന കൊല്ലവർഷം 1099 99 വെള്ളപ്പൊക്കം നടന്ന കൊല്ലവർഷം 1099. 99 വെള്ളപ്പൊക്കം നടന്ന വർഷം 1924. 99 വെള്ളപ്പൊക്കം നടന്ന വർഷം 1924. കേരള ദുരന്ത നിവാരണ ലഘൂകരണ പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കുന്ന അതോറിറ്റിയാണ് KSDMA. കേരളത്തിലെ ദുരന്ത നിവാരണ ലഘൂകരണ പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കുന്ന അതോറിറ്റിയാണ് KSDMA എന്ന് നമ്മൾ പറയാറുള്ളത്. എല്ലാ ജീവികളെയും ദുരന്ത നിവാരണ പ്രവർത്തനങ്ങൾക്ക് മേൽനോട്ടം വഹിക്കുന്നത് SEOC ആണ്. എല്ലാ ജില്ലകളിലെയും ദുരന്ത നിവാരണ പ്രവർത്തനങ്ങൾക്ക് മേൽനോട്ടം വഹിക്കുന്നത് SEOC. അതത് പ്രദേശത്തെ ദുരന്ത നിവാരണ പ്രവർത്തനങ്ങൾക്ക് മേൽനോട്ടം വഹിക്കുന്നത് DEOC ആണ്. അതത് പ്രദേശത്തെ ദുരന്ത നിവാരണ പ്രവർത്തനങ്ങൾക്ക് മേൽനോട്ടം വഹിക്കുന്നത് DEOC. KSDMA എന്നതിന്റെ പൂർണ്ണരൂപം കേരള സ്റ്റേറ്റ് ഡിസാസ്റ്റർ മാനേജ്മെന്റ് അതോറിറ്റി അഥവാ കേരള സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റി. KSDMA എന്നതിന്റെ പൂർണ്ണരൂപമാണ് കേരള സ്റ്റേറ്റ് ഡിസാസ്റ്റർ മാനേജ്മെന്റ് അതോറിറ്റി അഥവാ കേരള സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റി. SEOC എന്നതിന്റെ പൂർണ്ണരൂപമാണ് സ്റ്റേറ്റ് എമർജൻസി ഓപ്പറേഷൻ സെന്റർ അഥവാ സംസ്ഥാന അടിയന്തരഘട്ട കാര്യനിർവഹണ കേന്ദ്രം എന്നുള്ളത്. SEOC എന്നതിന്റെ പൂർണ്ണരൂപമാണ് സ്റ്റേറ്റ് എമർജൻസി ഓപ്പറേഷൻ സെന്റർ അഥവാ സംസ്ഥാന അടിയന്തരഘട്ട കാര്യനിർവഹണ കേന്ദ്രം. DEOC എന്നതിന്റെ പൂർണ്ണരൂപം ഡിസ്ട്രിക്ട് എമർജൻസി ഓപ്പറേഷൻ സെന്റർ അഥവാ ജില്ലാ അടിയന്തരഘട്ട കാര്യനിർവഹണ കേന്ദ്രം എന്നാണ്. DEOC എന്നതിന്റെ പൂർണ്ണരൂപമാണ് ഡിസ്ട്രിക്ട് എമർജൻസി ഓപ്പറേഷൻ സെന്റർ അഥവാ ജില്ലാ അടിയന്തര കാര്യനിർവഹണ ഘട്ടം എന്നുള്ളത്. 38 ചോദ്യങ്ങളോളം ഈ ഒരു ചാപ്റ്ററിൽ നിന്ന് ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. ഈ ഒരു ചാപ്റ്ററിൽ നിന്ന് എല്ലാ പ്രധാനപ്പെട്ട ചോദ്യങ്ങളും ഇതിൽ ഉൾപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം പരിഗണിക്കുക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിലൂടെ അറിയിക്കുക. അടുത്ത ഒരു വീഡിയോയുമായിട്ട് വരുന്നത് വരെ താങ്ക് യു ആൻഡ് ഹാവ് എ നൈസ് ഡേ.